ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് പ്രമാദമായൊരു വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പമ്പയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനം ചേരുന്നു. ആ സമ്മേളനം ചേരുന്നത് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ലോകത്തിൽ ഇതുപോലെ ഒട്ടനവധി പ്രശസ്തമായ പുണ്യകേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ശബരിമല, ഗുരുവായൂർ, തിരുപ്പതി, പഴനി, ഈ കേന്ദ്രങ്ങളൊക്കെ വിശ്വാസികളുടെ സന്ദർശന കേന്ദ്രമാണ്. ഇതെല്ലാം പ്രശസ്തമായ സ്ഥലങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് ലോകത്തിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യം വളർന്നു വരുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രവാഹം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. അവർ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്നു, യാത്ര ചെയ്യുന്നു, ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, മാർക്കറ്റ് സജീവമാകുന്നു. നാടിനൊരു ഉണർവാണത്. അങ്ങനെയാ തിരുപ്പതി വളർന്നത്. ലോകത്തിന്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മക്കയും മദീനയും ഒക്കെ ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യ കേന്ദ്രമാണത്. ആ പുണ്യകേന്ദ്രത്തിൽ എത്ര ലക്ഷങ്ങളാണ് വരുന്നത്. സൗദി അറേബ്യയുടെ വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം അതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ സന്ദർശനം കൊണ്ട് നാട് വളരുന്നു. വിശ്വാസികൾക്ക് വിശ്വാസം, ഒരു നാടിന്റെ പൊതുവായിട്ടുള്ള വളർച്ച. ക്രിസ്ത്യ ദേവാലയങ്ങൾ, വേളാങ്കണ്ണി, ക്രിസ്ത്യാനികൾ പോകുന്നു. ആ നാടിന്റെ മാറ്റം എത്രമാത്രം വലുതാണ്. നമ്മുടെ കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നു. അവരെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് ഈ അയ്യപ്പ സന്ദർശനം നടത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരുടെ വിശ്വാസം അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. അത് അവർ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുവഴി ക്ഷേത്രവും വിശ്വാസികൾക്കും അവരുടെ താല്പര്യം രക്ഷിക്കാൻ കഴിയും. ഈ കേരളം വളരും, കേരളം വികസിക്കും. കേരളത്തിന്റെ എല്ലാ രംഗങ്ങളിലും ചലനാത്മകത ഉണ്ടാകും. സാമ്പത്തിക രംഗത്തൊരു കുതിപ്പുണ്ടാകും. എന്തിനാ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്? എന്താ ഈ കേരളീയരായിട്ടുള്ള ജനങ്ങൾ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഇവിടെ തിരുപ്പതിയിൽ തന്നെ അവിടെ ചെയ്തിട്ടുള്ള RSSകാർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ ചെയ്തത് അവിടെ ഉണ്ടാക്കുന്ന ലഡു, അതിലൊക്കെ മൃഗത്തിന്റെ കൊഴുപ്പ്, സാധാരണ നെയ്യ് ചേർത്തിട്ടാണ് അതുണ്ടാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ കൊഴുപ്പ് ചേർത്തിരിക്കുന്നു മൃഗത്തിന്റെ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നടന്നവരാണ് RSSകാർ. ഇതാ ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് രാജ്യത്ത് വിദ്വേഷത്തിന്റെയും മതസ്പർദ്ധയുടെയും സംഘർഷത്തിന്റെയും വിത്ത് വിതച്ചുകൊണ്ട് രാജ്യത്തെ കലാപത്തിലേക്ക് കൊണ്ടുപോവുക, സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കുക, ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കൂടുതൽ സജീവതയോടുകൂടി കൂടുതൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം. ശബരിമല, അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നത് നാടിന്റെ ഐശ്വര്യമല്ലേ? എന്തിനാണ് UDFകാർ ഇത് ബഹിഷ്കരിച്ചത്? എന്തിനാണ് അലങ്കോലപ്പെടുത്തിയത്? RSSകാർ എന്ത് ദൈവവിശ്വാസത്തിന്റെ പേരിൽ അലങ്കോലപ്പെടുത്തിയത്? ഇനി അലങ്കോലപ്പെടുത്തിയിട്ട് അതിനെ കുറിച്ച് വ്യാഖ്യാനങ്ങൾ, വലിയൊരു സദസ്സ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇത് കണ്ട് അങ്ങേയറ്റം അസഹനീയത വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ഓണം എത്ര നല്ല നിലയിലാണ് ജനങ്ങൾ സന്തോഷിച്ച് ആഘോഷിച്ചത്.